ഞാൻ ആത്മാ വീണ്ടെടുപ്പം എത്തുവാൻ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം അതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ അതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. ദൈവത്തിന്റെ വചനത്തിൽ 141 സങ്കീർത്തനം നമ്മൾ വായിച്ചത്, അതിന്റെ 8-9 വാക്യങ്ങൾ നമ്മൾ പ്രകാരം വായിക്കുന്നു. കർത്താവായ യഹോവേ, എന്റെ കണ്ണ് നിങ്കലേക്കാവുന്നു, ഞാൻ നിന്നെ ശരണമാക്കുന്നു, എന്റെ പ്രാണനെ തൂക്കിക്കളയരുതേ. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ എന്നെ കാക്കണമേ. ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്ക് ദുഷ്ടന്മാർ സ്വന്തം വലകളിൽ അകപ്പെടും. ദൈവത്തിന്റെ പൈതലിന് വിരോധമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണിയുടെ കാര്യമാണ് അവിടെ കാണുന്നത്. ഒരു വല, അത് ദൈവത്തിന്റെ പൈതലിനെതിരെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവൻ ആ സമയത്ത് ഈ വലയിൽ എന്നെ അകപ്പെടുത്തും എന്ന് കണ്ട് അറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്ക് ദുഷ്ടന്മാർ സ്വന്തം വലകളിൽ അകപ്പെടട്ടെ. ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ശത്രു ദൈവത്തിന്റെ ജനത്തിനെതിരെ പല കണികളും ഒരുക്കും. എന്നാൽ ആ ഒരുക്കിയ കണി അതിൽ ദൈവഭക്തൻ വീഴുന്നതിന് മുൻപേ അവനെ ഒഴിഞ്ഞു പോകുവാനുള്ള അവസരം ദൈവം ഉണ്ടാക്കും. അവിടെയാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, എല്ലാ മനുഷ്യരും വരും കാലത്തേക്ക് ഒരു അടിസ്ഥാനം ഉള്ളവരായിരിക്കണം. കർത്താവിന്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞു, വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളു, എന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇരുട്ട് നിങ്ങളെ പിടിക്കുകയില്ല. ഇരുട്ട് നിങ്ങളെ പിടിക്കാതിരിക്കാൻ വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളു. ഇനി അർത്ഥം എന്നാ? ഇവിടെ നമുക്ക് ഇപ്പൊ കറണ്ട് പോയുള്ളൂ. ഈ കറണ്ട് പോയപ്പോ മുകളില് കണക്ഷൻ ഇങ്ങോട്ട് ഇല്ലായിരുന്നിട്ടാ, മുകളിൽ പോയില്ല. മുകളില് കറണ്ട് പോയിട്ടും വെളിച്ചം പോയില്ല. എന്താ കാരണം? കറണ്ട് ഉണ്ടായിരുന്ന സമയത്ത് അത് എന്ത് ചെയ്തോണ്ടിരിക്കുക? അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ കറണ്ട് നിന്ന് കഴിഞ്ഞപ്പോ, വെളിച്ചം നിന്ന് കഴിഞ്ഞപ്പോ, വൈദ്യുതി നിന്നപ്പോ സ്റ്റോർ ചെയ്ത് വെച്ചത് നടന്നു. ഇതുപോലെയാണ് ഒരു മനുഷ്യ ജീവിതം. നമുക്ക് ദൈവം അവസരം തരുമ്പോൾ, ആകയാൽ അവസരം കിട്ടുന്നത് പോലെ നന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, നന്മ ചെയ്യാനാണ് അവസരം കിട്ടുന്നതെങ്കിൽ അതൊരിക്കലും നമ്മൾ വിട്ടുകളയരുത്. കാരണം കർത്താവ് അറിയാതെ ഒരു നന്മ നമുക്ക് വരില്ല. ഒരു നന്മ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ അവസരം തരില്ല. ഞാനിപ്പോ അതിൽ ഇടപെടണ എന്തിനാ? അവരാരെങ്കിലും എന്തെങ്കിലും കാണിക്കട്ടെ. അങ്ങനെയല്ല. അവിടെ വേറെ ഒന്നും സാധിച്ചില്ലെങ്കിലും മുട്ടുമടക്കി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. മുട്ടുമടക്കി ആ വിഷയത്തിന് ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഇനി അല്ല എങ്കിൽ മറ്റൊന്ന് പറയുന്നത്, നിന്റെ കയ്യിലുള്ളപ്പോൾ അതിന് അർഹരായിരിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കരുത്. അവസരം കിട്ടുന്നത് പോലെ നീ നന്മ ചെയ്യണം. കാരണം എന്താണെന്നറിയാം, മൊർദെഖായി സന്തോഷമായിട്ട് രാജകൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ. അന്നേരാണ് രാജാവിന്റെ 2 വേലക്കാര് തമ്മിൽ മന്ത്രിക്കുന്നത്.
തമ്മിൽ ഗൂഢാലോചന നടത്തുന്നു. ഗൂഢാലോചന അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഗൂഢാലോചന നടത്തിയത് എന്നാന്നറിയോ? അവസരം കിട്ടിക്കഴിഞ്ഞാൽ രാജാവിനെ കയ്യേറ്റം ചെയ്ത് കൊല്ലണം. ഇതാണ് അവർ തമ്മിൽ ആലോചിക്കുന്നത്. ഈ സമയത്ത് പിന്നെ എനിക്കതിൽ ഇടപാടൊന്നും ഇല്ല എന്ന് മാറി നിൽക്കാം. എന്നാൽ മൊർദെഖായി എന്ത് ചെയ്ത്? അപ്പോൾ തന്നെ തന്റെ ഉത്തരവാദിത്വം രാജാവിന്റെ ഉപ്പും ചോറും തിന്നുന്ന ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഉടനെ തന്നെ അത് രാജാവിന് അറിവ് കൊടുത്തു. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. രാജകൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ കൂടി ആലോചിക്കുന്നുണ്ട്. ഞാനിതാ കേട്ടത്. കൂടുതലൊന്നും എനിക്കറിയില്ല. അറിഞ്ഞ ഉടനെ കേസ് പിടിച്ചു. അവർ രണ്ടുപേരും നിർത്തി വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ മാറി മാറി നോക്കി വിസ്തരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സംഗതി ശരിയാ. അവര് രാജാവിനെ കൊല്ലാൻ വേണ്ടി റെഡിയാക്കിയിരിക്കുക. അവരെ തൂക്കിക്കളഞ്ഞു. ശിക്ഷിച്ചതിന് ശേഷം ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. ആരും കണ്ടില്ല. ആരും ശ്രദ്ധിച്ചുമില്ല. നാളുകൾക്ക് ശേഷം മൊർദെഖായിയെ കൊല്ലാൻ വേണ്ടി വലിയൊരു കഴിവനം ഉണ്ടാക്കിയതിനു ശേഷം യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ രാജാവിനോട് അനുവാദം ചോദിക്കാൻ വന്ന് നിൽക്കുക. രാവിലെ വെളുപ്പിന് മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യനെ, യഹൂദനെ, ഈ 50 മുഴം ഉയരമുള്ള കരുവിന്മേൽ തൂക്കിക്കളയാൻ വേണ്ടിയിട്ട് രാജാവ് അനുവദിക്കണം. അതിനുവേണ്ടി രാജാവിന്റെ ഒപ്പ് മേടിക്കാൻ വന്നേക്കണം. ഈ സമയത്താണ് ദൈവം ഓർപ്പിക്കുന്നത്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എടുത്ത് നോക്കി. വെറുതെ ഉറക്കം വരാതിരുന്നപ്പോ പുസ്തകമൊക്കെ നോക്കുന്ന പോലെ വെറുതെ നോക്കി ദിനവൃത്താന്ത പുസ്തകങ്ങൾ എടുത്ത് നോക്കിയപ്പോ അതിൽ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു. രാജാവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയ വിവരം, 2 ഷണ്ടന്മാര് കൂട്ടുകെട്ടുണ്ടാക്കിയ വിവരം മൊർദെഖായി അറിവ് കൊടുത്തത് വിസ്തരിച്ചപ്പോൾ ശരിയാണെന്ന് കണ്ടു. അവരെ രണ്ടുപേരും തൂക്കിക്കളഞ്ഞു. രാജാവിന്റെ പ്രാണനെ, രാജാവിന്റെ ജീവനെ മൊർദെഖായി രക്ഷിച്ചത് എഴുതി വെച്ചിരിക്കുക. ഉടനെ തന്നെ രാജാവ് ചോദിച്ചു, എന്ത് പ്രതിഫലം കൊടുത്തു? അവനെ എങ്ങനെ മാനിച്ചു? അപ്പോഴാണ് അന്വേഷിച്ചപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. ഒന്നും ഒരു വാക്കോട് പോലും മാനിച്ചിട്ടില്ല. ഉടനെ തന്നെ ആളെ വിളിച്ച് ആരാണ് അവിടെ വന്നപ്പോ ഹാമാൻ മൊർദെഖായി കൊല്ലാൻ വേണ്ടി ഓർഡർ മേടിക്കാൻ വന്ന് നിൽക്കുക. വരാൻ പറഞ്ഞു. രാജാവ് മാനിക്കുന്നവൻ എന്തെല്ലാം ചെയ്യണം? അവൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് മുഴുവനും നീ മൊർദെഖായിക്ക് ചെയ്യണം. ഒന്നുപോലും കുറച്ചു പോകരുത്. രാജകൽപ്പനയാണ്. ഇല്ലെങ്കിൽ തല പോവും. മൊർദെഖായിയെ കൊണ്ടു നടന്നതെല്ലാം ജയിച്ച് മൊർദെഖായി ഉന്നതമായ ഒരു പദവിയിലേക്ക് നയിക്കപ്പെട്ടു. അതിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? എല്ലാ മനുഷ്യർക്കും ഇനി എനിക്ക് രക്ഷയില്ല, ഇതോടുകൂടി ഞാൻ അവസാനിച്ചു എന്ന് പറയുന്ന ഒരു സന്ദർഭം എല്ലാവർക്കും വരും. ഏത് മനുഷ്യനായാലും, വിശേഷാൽ ഭക്തന്, ഒന്നുകിൽ തീയിലേക്ക് ഇറങ്ങുന്ന സന്ദർഭം, അല്ലെങ്കിൽ കഴിവരം ഉണ്ടാക്കിയിരിക്കുന്ന സന്ദർഭം, ഇല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടന്ന യോസേപ്പിന്റെ സന്ദർഭം, ഇല്ലെങ്കിൽ സിംഹങ്ങളുടെ ഊക്കിന് വിട്ടൊരു സന്ദർഭം. ദൈവഭക്തനാണോ? ഇതിലൊന്നും വരാതിരിക്കില്ല. ഇത് കർത്താവ് മുൻകണ്ടുകൊണ്ടാണ് തന്റെ ഭക്തന്മാർക്ക് നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാനിപ്പോ അതിൽ പോയിരിക്കും എന്നോ എനിക്കിപ്പോ മനസ്സിലായി. എനിക്കിപ്പോ എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല. മാറി നിൽക്കാം. നാളെ അത് ഒരു നന്മയുടെ തീരമാണ്. കർത്താവ് കണ്ടുകൊണ്ടാണ് ഇത് തന്നിരിക്കുന്നത് ഓർത്തുകൊള്ളാം. ഇന്ന് എന്നെ കൊണ്ട് അത് കഴിയും. ഞാനത് ചെയ്താൽ, ഇന്ന് എന്നെ കൊണ്ട് അത് സാധിച്ചാൽ, ദൈവമേ, നാളെ നീ എന്റെ ഒരു അപകടം, എന്റെ പ്രാണൻ അപകടപ്പെടുന്ന ഒരു ദിവസമുണ്ട്, നിശ്ചയമാണ്. അന്ന് ഇത് എനിക്ക് ഓർമ്മയ്ക്ക് നന്മയ്ക്കായിട്ട് കർത്താവ് കൊണ്ടുവരും. അവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് കഴുമരം ഉണ്ടാക്കിയത് മൊർദെഖായിക്ക്. പക്ഷെ മൊർദെഖായി ചെയ്ത നന്മ രാജാവ് ഓർത്തു. അവനെ കഴുമരത്തിൽ നിന്ന് ഒഴിച്ചു. ആര് കഴുമരം ഉണ്ടാക്കിയോ അതിൽ ഉണ്ടാക്കിയവനെ തൂക്കിക്കളഞ്ഞു. അവന്റെ 10 മക്കളെയും തൂക്കിക്കളഞ്ഞു. അവന്റെ കുടുംബം നശിപ്പിച്ചു.
മൊർദെഖായിയെ കർത്താവ് ഉയർത്തി. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പഠിക്കേണ്ടത് ഒരു വാക്കുകൊണ്ടായിരിക്കും, സഹോദര സാരമില്ല, സാരമില്ല, ഓട്ടടാ, ഇല്ല എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നീ ഇത് കഴിച്ചോ, കുടിക്കുകയും, ഒരു നല്ല വാക്കായിരിക്കും. അത് അവസരം കിട്ടുവാണെങ്കിൽ അത് മടിക്കരുത്, നമ്മളത് ചെയ്തിരിക്കണം. കാരണം കാരണം തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യുമെന്ന്. ആ ഉപകാരം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നാളെ കർത്താവ് ഒരു ദിവസം ഈ ഉപകാരത്തിന് പ്രതിഫലം തരും. അത് നിശ്ചയമാണ്. അതുകൊണ്ട് ഇന്ന് സങ്കീർത്തനക്കാരൻ പറയാണ്, കർത്താവേ, ഞാൻ ഈ അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോഴേക്ക് എനിക്കെതിരെ കണിയൊരുക്കിയവൻ അതിലേക്ക് തന്നെ വീഴുമാറാകും. കർത്താവിന് സ്തോത്രം. ഇന്ന് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. നാം തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. വിശ്വാസത്തിൽ വന്നതിന് ശേഷം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സൽപ്രവൃത്തികളും, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മൾ ചെയ്യേണ്ട സൽപ്രവൃത്തികൾ, നാം അത് ചെയ്തു പോരേണ്ടത് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. ഇങ്ങനെ മുന്നൊരുക്കിയിട്ടാണ് കർത്താവ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കണ്ണിന് ദയവ് തോന്നിയാൽ, ഇന്ന് നമ്മുടെ ഹൃദയത്തിന് കരുണ തോന്നിക്കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരുത്തി ഞാനത് ചെയ്താൽ നിശ്ചയം എന്റെ ജീവിതം നാളെ അപകടപ്പെടുന്ന ഒരു ദിവസം ദൈവം കണ്ടിട്ടുണ്ട്. അതിൽ നിന്നുള്ള രക്ഷയും ആ അപകടത്തിൽ നിന്നുള്ള ഒഴിവും അത് കൊണ്ടുവരുന്ന ദുഷ്ടനെ അതിലേക്ക് തന്നെ തിരിക്കുവാനുള്ള സംവിധാനവും ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നാം ഏത് തരത്തിലുള്ള സന്ദർഭം വന്നാലും ഒരു ദിവസം മുട്ടുകളെ മടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് നിസ്സാരമാണ്, നമ്മളത് അത്ര കാര്യമാക്കുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതാനുഭവമാണ്. ഒരു ദിവസം ഒരാൾക്ക് വേണ്ടി മുട്ടുകളെ മടക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വലിയ ജീവിതത്തിലെ വലിയ ഒരു നന്മയുടെ അനുഭവമാക്കി തീർക്കുവാൻ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. വലിയ ഒരു അനുഗ്രഹമാക്കി തീർക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവം എന്നേക്കുമുള്ള ഒരു നീതി, എസ്തർ പറഞ്ഞതുപോലെ, നിയമപ്രകാരം എനിക്ക് രാജാവിന്റെ അടുത്ത് ചെല്ലാൻ പാടില്ല. 3 ദിവസം ഉപവസിച്ച് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ പോകാൻ പോവാ. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം 3-ാം ദിവസം ഞാൻ പോകും, രാജാവിന്റെ അടുക്കൽ പോകും. ആ ചെല്ലുന്ന പ്രാകാരത്തിലേക്ക് ചെല്ലുമ്പോൾ എന്നോട് കരുണ തോന്നി രാജാവ് പൊൻചെങ്കോൽ നീട്ടിയാൽ എന്റെ പ്രാണൻ രക്ഷപ്പെട്ടു. ഇനി അവൻ അത് കണ്ടപ്പോൾ പ്രസാദം തോന്നിയില്ല, ഒരു പക്ഷെ അവൻ ദേഷ്യപ്പെട്ടു വല്ല ഇരിക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പൊൻചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ അവിടെ വെച്ച് ആ ചെല്ലുന്നവരെ വെട്ടിക്കളയും, ഒന്നുകളയും. ഇനി അങ്ങനെയെങ്കിൽ ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. കാരണം മൊർദെഖായി പറഞ്ഞു ഓർമ്മിച്ചു, ഇങ്ങനെ ഒരു സമയത്തിനായിട്ടല്ലയോ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്, നിന്നെ ഈ ഒരു സ്ഥാനത്ത് വരുത്തിയതും ഇങ്ങനൊരു സന്ദർഭത്തിൽ കൊണ്ടുവന്നതും ഇന്ന് നിനക്കത് ചെയ്യാനൊരു അവസരം തന്നിരിക്കുന്നതും തന്റെ സ്വന്തം ജീവനെ പോലും ഗണ്യമാക്കാതെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി, യഹൂദിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യാൻ നിനക്ക് അവസരം ഒരുക്കിയതും ദൈവമല്ലേ. അത് മാനിച്ചാൽ നീ മാനിക്കപ്പെടാതിരിക്കുമോ? നിശ്ചയമായിട്ടും മാനിക്കപ്പെടും. നിശ്ചയമായിട്ടും. ആർക്ക് വേണ്ടി? ദൈവജനത്തിന് വേണ്ടിയെങ്കിൽ
ദൈവസഭയ്ക്ക് വേണ്ടിയെങ്കിൽ, ദൈവ പൈതലിന് വേണ്ടിയെങ്കിൽ, വിശ്വാസ സമൂഹത്തിന് വേണ്ടിയെങ്കിൽ നിശ്ചയം ഒരു കൊയ്ത്ത് നിനക്ക് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ എല്ലാവരും പറയും നമുക്ക് നമ്മളെന്ത് ചെയ്യാനാ, ഞങ്ങളെങ്ങനെ, ഒന്നുമില്ല, ഒന്നുമില്ല. കാരണം ഹൃദയത്തിൽ നന്മ നിരൂപിക്കാവോ? ഹൃദയത്തിൽ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് വേദന എടുക്കാമോ? തനിക്ക് കഷ്ടം വന്നപ്പോ യോബ് പറഞ്ഞത് എപ്രകാരമാണ്? കഷ്ടകാലം വന്നതിന് വേണ്ടി എന്റെ മനസ്സ് വേദനിച്ചിട്ടില്ലയോ? കഷ്ടകാലം വന്നതിന് വേണ്ടി മതി, അത് മതി, എനിക്ക് വേറെ ചെയ്യാൻ കഴിയില്ല. ഒരാൾക്ക് ഭയങ്കര കഷ്ടകാലം, അവനെ ചെന്ന് സഹായിക്കാനുള്ള കൽപ്പ എനിക്കില്ല. അവന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴി തുറന്നു കൊടുക്കാനുള്ള കൽപ്പ എനിക്കില്ല. പക്ഷെ ഇത് കഴിയോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതാണ് നിന്റെ ഹൃദയമെങ്കിൽ അവന് വേണ്ടി ഒരു നിന്റെ ഹൃദയം വേദനിച്ചാൽ മതി, അപ്പൊ ദൈവാത്മാവ് ഇടപെടും. നാളെ അത് നന്മയ്ക്കായിട്ട് തീരുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരാള് നിരൂപിക്കുന്ന നിരൂപണം, പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികൾ, ഭാവിക്കുന്ന ഭാവം, എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള പ്രതിപ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തിൽ നമ്മൾ കുറ്റക്കാരായിരിക്കരുത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ന് ലോകത്തിൽ അനേക സൽപ്രവൃത്തികളിൽ നിറഞ്ഞ കൂട്ടം, അനേകം വൻ പേരുകളുള്ളവര്, ഒരു പ്രവൃത്തിയില്ലാത്തവർ. എല്ലാം വചനം പറയുന്നത് പ്രതികാരവും പ്രതിഫലവും അവന്റെ പക്കൽ. കാലിടറുന്നവർക്ക് അത് ഒരുങ്ങിയിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെ കാലം വിശ്വാസത്തിന് വന്നിട്ടുണ്ടോ ഇടർച്ച വരാതിരിക്കുന്നത് സാധ്യമാണ്. ഇടർച്ച വരുന്ന ഒരു സമയമുണ്ട്. ഏത് മനുഷ്യനും, ഏത് ഭക്തനും, ഏത് ഉന്നതനും, ഏത് ഹീനനും ആ സമയത്ത് കരം പിടിക്കാൻ കർത്താവ് ഒരുക്കി വെക്കുന്ന സന്ദർഭങ്ങളാണ് ദൈവത്തിന്റെ ജനം ചെയ്യുന്ന സൽപ്രവൃത്തി. ആ ഹൃദയത്തിന്റെ വാഞ്ച, ഒരു വാക്കിന്റെ പ്രാർത്ഥന, ജാഗരണം, കർത്താവിന്റെ ആത്മാവ് നമ്മോട് ഇടപെടട്ടെ. നമുക്ക് കർത്താവ് ചെയ്യാൻ തന്നിരിക്കുന്ന സന്ദർഭം ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുക, വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളുക. എന്നാൽ ഇരുട്ട് നിന്നെ പിടിക്കില്ല. ആദ്യം പറഞ്ഞല്ലോ, ഒരു വശത്ത് ലൈറ്റ് പോകും, ഒരു വശത്ത് ലൈറ്റ് പോകില്ല. പോകാത്തതിന്റെ കാരണം വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോൾ അത് കരുതി വെക്കുന്ന സംവിധാനം അവിടെ ഉണ്ട്. ഇതുപോലെയാണ് ദൈവഭക്തന്റെ ഉത്തരവാദിത്വം. വെളിച്ചമുള്ളപ്പോൾ ഇരുട്ട് നടന്നാലോ? വെളിച്ചം ധാരാളം ഉള്ളപ്പോൾ ഇരുട്ട് നടന്നാലോ? ഇരുട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് വല്ലാത്ത ഇരുട്ടായിപ്പോയി. ഇന്ന് ക്രിസ്തുയേശുവിൽ ഇതാ നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി സമർപ്പിക്കുകയും ദൈവസഭയ്ക്ക് വേണ്ടി ഉത്തരവാദിയാവുകയും ദൈവം നമുക്ക് കൽപ്പിച്ചുള്ള സൽപ്രവൃത്തികൾ തികച്ച അനുഭവത്തിലായിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാക്കി നമ്മൾ ജീവിതത്തെ കർത്താവ് തീർക്കട്ടെ. നമുക്ക് കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സൽപ്രവൃത്തി അതിൽ കുറഞ്ഞു പോകരുത്. തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് നാം പോയി. കർത്താവിന് സ്തോത്രം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ